ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. രാവിലത്തെ സമയമാണ്, അതുകൊണ്ട് ആള് ചിന്നക്കടയിൽ കുറവാണ്. നല്ല തിരക്ക് കുറവുണ്ട്. മഴയുടെ കോളുണ്ട്, മഴയും വെയിലും കൂടാണ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ഓറഞ്ച് വെള്ളക്കട. ഓറഞ്ച് വെള്ളക്കടയല്ലേ, ഓറഞ്ച് വെള്ളം കുടിക്കുന്ന കട. അതെ, വഴിയിൽ കണ്ട ഒരു ഹോട്ടൽ കാർത്തികയ. 3 പ്രതിമയാണ്. പ്രതിമകൾ അകത്ത് കയറാവോന്നൊന്നും അറിയത്തില്ല. ആൾക്കാർ വരുന്നു. ഞങ്ങൾ പോവുകയാണ്. ഇതാണ് കൊല്ലം വെറ്റ്ലാൻഡ്. ബുദ്ധനൊക്കെ ഇരിക്കുന്ന കടയാണ്. ഞങ്ങളങ്ങോട്ട് പോകുന്നപ്പോൾ പോയപ്പോൾ കണ്ടയാണ്. നമ്മളെ എത്താറായിട്ടുണ്ട്. ഞങ്ങളുടെ സഹപാഠി അഭിരാമി ഇനി ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങളെ കൂടെ വ്ലോഗ് എടുക്കാനൊന്നും വന്നില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ ആണ്ടാമുഖം ബസ് സ്റ്റോപ്പിലോട്ട് പോകുമ്പോൾ ഒരു പള്ളിയാണ്. പള്ളിയുടെ പേരെന്തോ ഭാവിയെ? പള്ളിക്ക് പേരില്ല, അടച്ചിട്ടില്ല, തുറന്നു കിടക്കുമെന്ന് തോന്നുന്നു. കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ആണ്ടാമുക്ക് ബസ് സ്റ്റോപ്പ്. ഇതാണ് ബസ് സ്റ്റേഷൻ. ഇവിടെ ബസ് കുറവാണ്. പുഞ്ചിരി ബസ് കിടപ്പുണ്ട്. മൂൺലൈറ്റ്. ഞങ്ങൾ തിരിച്ചു പോവാന്ന് വെച്ചു. ഇവിടെ തന്നെ സൈഡിൽ ഒരുപാട് പാത്രക്കടകൾ, കടകൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ ചിന്നക്കട ജുമാ മസ്ജിദാണ്. ചിന്നക്കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ വഴികളുണ്ട്. നാനി ഹോട്ടലിന്റെ നാനിയാണ് അതിന്റെ പുറകുവശം. ഇതാണ് ഏതോ ഒരു ഊട് വഴിയിലായി പോകാനെത്തിയത്. ഈ വഴിയിലാണ്. ഇത് പുതിയതായിട്ട് വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നമ്മൾ നല്ലൊരു വൈബുള്ള കടയിൽ വന്നു. നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഒരു ഐസ്ക്രീം കുടിക്കാൻ അതിന്റെ പേര് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാണിക്കാം. പക്ഷെ അവർ പൊതിഞ്ഞു തന്നു. നമ്മൾ ലാസ്റ്റാ പറഞ്ഞു ഇവിടെ ഇരുന്ന് കഴിക്കുവാന്ന്. നമ്മൾ ഈ കടയിൽ ഇറങ്ങാൻ പോവാണ്. ബസ് കയറി നമ്മൾ വീട്ടിലുണ്ട്. വീട്ടിലെടുത്ത ഒരു വ്യത്യസ്തമായ വ്ലോഗ്. ഓക്കെ ബൈ.